ഇന്ന് ഞാൻ നമ്മളെ കണ്ണൂരിലെ സ്പെഷ്യലായിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് കട്ടാക്കി എടുക്കാം. ഒരു 2 ചെറിയ സവാള, പിന്നെ ഒരു 4-5 പച്ചമുളക്, പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ കുറച്ച് നല്ല ജീരകം, അതായത് വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില, ചെറിയ കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു അരമുറി തേങ്ങ, ഇതൊക്കെ ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ എടുക്കുന്ന അരി പുഴുങ്ങലരിയാണ്. അത് നമ്മളെന്താക്കുക, തലേന്ന് തന്നെ സോക്ക് ചെയ്തിട്ട് വെക്കണം. ഒരു 3-4 മണിക്കൂറൊന്ന് സോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ള അരിയാണ് എടുക്കുന്നത്. എന്നിട്ട് ആ അരിയിലേക്ക് നമ്മൾ ഈ കട്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ഒരു തരി പോലെ കുറച്ച് അങ്ങനെ അരിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ അരി എടുക്കുമ്പം പുഴുങ്ങലരിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചരിയും കൂടി വേണം കേട്ടോ. ഒരു എന്താ പറയുക, നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു കാഭാഗത്തോളം കുറച്ച് പച്ചരിയും കൂടി ആവശ്യമാണ്. അതും കൂടി ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് എന്താ പറയുക, ഒരു കുറച്ച് തരി പോലെ അരച്ചെടുക്കുക. അരക്കുമ്പോൾ നമ്മൾ മിക്സിയിലേക്ക് അരി ഇട്ട് കഴിഞ്ഞാൽ അരിൻ്റെ താഴലായിട്ടായിരിക്കണം നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കേണ്ടത്. മേളിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് അരക്കാൻ പാടില്ല. കുറച്ച് തിക്കായിട്ട് നമുക്ക് ഈ ഒരു മാവ് വേണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടിയില്ലേ, നമ്മൾ പത്തലൊക്കെ ചുടുന്നത്, ആ അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നമ്മൾ പത്തലിൻ്റെ മാവിൻ്റെ ആ ഒരു രൂപത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവ് നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചാൽ കല്ലുമ്മക്കായയിലേക്ക് നിറച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ പണി. എന്നിട്ട് നമ്മളിതെന്താക്കുക, ഇത് ആവി കയറ്റിയിട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. കുറച്ച് നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കുമ്പോൾ മുളക് കലക്കൂലേ, സെയിം എന്താ പറയുക, കുറച്ച് മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ പിന്നെ കൂടുതൽ മുളക് കലക്കിയിട്ട് ആക്കിയിട്ടില്ല, കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു, ബൈ.